ഇന്ന് നമുക്കൊരു അടിപൊളി ഇഫ്താർ സ്നാക്ക് ഉണ്ടാക്കിയാലോ. ചിക്കനോ ബീഫോ മട്ടനോ ഒന്നും വേണ്ട കേട്ടോ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ. മുട്ട കൊണ്ടാണ് ഞാനിപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. മുട്ടയൊക്കെ ആകുമ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവരുടെ അടുത്തും ഉണ്ടാവുമല്ലോ. പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കുമാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഇപ്പോൾ ഇവിടെ നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ വറുത്ത റവയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ റവയൊക്കെ ഇപ്പോൾ ഇവിടെ നല്ല പോലെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ റവയൊക്കെ ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വലിയൊരു പൊട്ടറ്റോ പുഴുങ്ങിയതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ മീഡിയം വലിപ്പത്തിലുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ 2 ഇട്ടാൽ മതി കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഒരു കുഞ്ഞു സവാള നേരിയതായിട്ട് കൊത്തി അരിഞ്ഞതാണ് ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത്. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. പൊടികളൊക്കെ ഇട്ടതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. ഞാനിപ്പോൾ 3 മുട്ട പുഴുങ്ങിയതിന് ശേഷം 2 പാർട്സായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചതാണ് കേട്ടോ അത്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മിക്സിൽ നിന്ന് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ട് എടുക്കുക ആദ്യം തന്നെ. എന്നിട്ട് നമ്മൾ നല്ല പോലെ ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്യുക, ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇതിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ മുട്ട കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബോൾസാണ് നമ്മൾ ആക്കിയെടുക്കേണ്ടത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. റവ വേവിച്ചതും പൊട്ടറ്റോ പുഴുങ്ങിയതും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് മുട്ട നല്ല പോലെ കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരെണ്ണം ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എടുത്ത അളവിൽ 6 എണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ബ്രെഡ് പൊടിച്ചതിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 4 ബ്രെഡാണ് ഇവിടെ പൊടിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ മുട്ടയിലൊന്നും മുക്കിയെടുക്കുകയൊന്നും വേണ്ട കേട്ടോ, ബ്രെഡ് പൊടിച്ചതിൽ മാത്രം ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം നല്ല പോലെ ബ്രെഡ് പൊടിച്ചതിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ചൂടായ എണ്ണയിലോട്ട് ഇട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്യുക കേട്ടോ. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ ഉൾവശമൊക്കെ ആൾറെഡി കുക്കായതാണല്ലോ, അപ്പോൾ പുറമേ മാത്രം ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. ഇതിപ്പോൾ നല്ല പോലെ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്ട്രൈനറിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ സ്നാക്കിന്. അപ്പോൾ നിങ്ങൾ നോമ്പ് തുറക്കുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കണം കേട്ടോ. അപ്പോൾ കാണാൻ നല്ല മൊഞ്ചുള്ള പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണിത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ പേജ് ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്